ഏറ്റവും ഒടുവിലായി പുതിയ കുറച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം അഴുകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത സമയത്ത് ഇത് അഴുകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? മൃതദേഹം അഴുകിയിട്ടില്ല എന്നല്ല, പൂർണ്ണമായും ഇതിപ്പോൾ 9-ാം തീയതി സംഭവിച്ച മരണമാണ്. അതിനുശേഷം ഇത്രയും ദിവസമാകുന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു അഴുകലുണ്ട്. മാത്രമല്ല, ഇത് അടച്ച് വെച്ചിരുന്നതിനാൽ പോലീസുകാർ പറയുന്നത് ഇത് കോൺക്രീറ്റ് ചെയ്ത് വായു കയറാൻ പറ്റില്ലാത്ത തരത്തിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം അടക്കമുള്ള ഇട്ടിട്ടുണ്ട്. അതിനാൽ പൂർണ്ണമായും അഴുകിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഒന്നും തടസ്സമാകുന്ന വിധത്തിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അഴുകിയിട്ടില്ല എന്ന് മാത്രമാണ്. മൃതദേഹം അഴുകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോ അതോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ ഒരു ആലോചന നടക്കുന്നുണ്ട്. ആംബുലൻസ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. നിലവിൽ ഈ പൂർണ്ണമായും അഴുകി പോകാത്ത ഒരു സ്ഥിതിയിൽ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യതകളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കൂടി തേടി ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. അധികം താമസിയാതെ തന്നെ അതിലൊരു തീരുമാനം എടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അറ തുറക്കുന്ന സമയത്ത് ഇടയ്ക്ക് മൂത്ത മകൻ സനന്ദൻ അവിടെ ഈ അറയുടെ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം മടങ്ങി വീണ്ടും വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാര്യമായ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായില്ല. അവർ ഇതിനോട് സഹകരിക്കുകയാണ്. കാരണം പ്രതിഷേധത്തിൽ ഇനി അർത്ഥമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ കുടുംബവും എത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ചവരൊക്കെ എങ്ങനെയാണോ അവരുടെ നിലപാട് മയപ്പെടുത്തിയത്, അതുപോലെ തന്നെ കുടുംബവും എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കുടുംബത്തിന് കിട്ടിയിരുന്ന പിന്തുണ നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനാ നേതാക്കന്മാരും മറ്റുമൊക്കെ എത്തി വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കുകയും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിൽ ഇന്ന് ആ പിന്തുണയില്ല. ഇന്ന് എന്നല്ല, ഇന്നലെയും ഉണ്ടായിരുന്നില്ല. ഇന്നലെ കോടതിയുടെ ഒരു തീരുമാനം വന്ന സമയം മുതൽ അവരുടെ നിലപാട് മയപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. ആദ്യഘട്ടത്തിൽ അവർ എടുത്തിരുന്ന ശക്തമായ നിലപാട്, അല്ലെങ്കിൽ അവർ വാശിയോടെ പറഞ്ഞിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, അറ തുറക്കാൻ സമ്മതിക്കില്ല, ഇത് ഹിന്ദു ആചാരപ്രകാരം നടന്നിട്ടുള്ള ഒരു സമാധിയാണ്, അങ്ങനെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് ഇന്നലെ ഒരു 3 മണിയോടുകൂടി അത് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും പിന്നീട് ഇവിടേക്ക് എത്തുകയോ ഈ കഴിഞ്ഞ ദിവസം നടത്തിയതുപോലത്തെ പിന്തുണ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. അത് വീട്ടുകാർ മനസ്സിലാക്കുകയാണ്. അവർ മാത്രമായി ഒറ്റപ്പെട്ടു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനാൽ പോലീസിന്റെ നടപടികളോട് അവർ സഹകരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് നമ്മളിവിടെ വന്നതാണ്. വന്ന സമയം മുതൽ ആദ്യം വന്ന സമയത്ത് അവരുടെ മകൻ ഇറങ്ങി വന്ന്, ഇളയ മകൻ രാജസേനൻ, പൂജാരിയായിട്ടുള്ള മകൻ ഇറങ്ങി വന്ന് ഈ അറയുടെ മുകളിൽ വിളക്ക് കത്തിക്കുകയും അവിടെ പുതിയ പുഷ്പങ്ങൾ ഇടുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും അവിടെ പൂജ നടക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും പൂജ നടക്കുന്നുണ്ട്. ആ പൂജ നടക്കുന്ന സമയത്ത് പുഷ്പങ്ങളെല്ലാം മാറ്റും. ഇന്ന് കിടക്കുന്ന രാവിലെയുള്ള പുഷ്പങ്ങൾ മാറ്റി പുതിയ പുഷ്പം വൈകുന്നേരം ഇട്ടാണ് അവിടെ നിലവിളക്കും കത്തിച്ചാണ് അവർ കയറി പോകുന്നത്. എന്തോ ചെറിയ പൂജകളും മറ്റുമൊക്കെ അവിടെ നടത്തുന്നുമുണ്ട്. ഇന്ന് രാവിലെയും അതുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് കയറിപ്പോയ ആരും മടങ്ങിയെത്തിയിരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. പോലീസ് അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോത്തി നേരത്തെ സംസാരിച്ചൊരു വിഷയവും അതുതന്നെയാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ആ വീട്ടിൽ 2 സ്ത്രീകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് 2 മക്കളുമുണ്ട്. അവർ ആ വീടിനുള്ളിലാണ്. അവർ പുറത്തേക്ക് ഇറങ്ങാതെ കുറേ അധികം സമയം അവിടെ ഇരുന്നു. ഇന്നലെ ഒരു വൈകുന്നേരം 3 മണി സമയത്ത് ഈ വീടിനുള്ളിൽ കയറി സനന്ദൻ എന്ന് പറയുന്ന മകൻ കഥ കടച്ചു. അപ്പോൾ വീട്ടിൽ മറ്റാളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലീസ് അല്പം ഒന്ന് ആശങ്കപ്പെട്ടു. പോലീസ് വീടിന് ചുറ്റും പോയി പരിശോധന നടത്തി. അപ്പോൾ വീടിന് പിന്നിൽ ഈ സനന്ദൻ ഉള്ളതായി കണ്ടെത്തി. അങ്ങനെ സനന്ദന്റെ ഭാഗത്തു നിന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി പോലീസിനുണ്ട്. അതിനാൽ തന്നെ ഇവരെ കൃത്യമായി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. വീടിന് ചുറ്റും പോലീസാണ്. വീടിൻ്റെ തിണ്ണയിലടക്കം പോലീസ് നിലവിലുണ്ട്. പക്ഷെ കുടുംബാംഗങ്ങളെല്ലാം നിലവിൽ അകത്താണുള്ളത്. നിലവിൽ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിച്ച് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകാതെ അവരെ കൂടി ഒന്ന് സമാധാനിപ്പിച്ച് എങ്ങനെയെങ്കിലും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എങ്ങനെ മരണം സംഭവിച്ചു എന്നറിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ അല്ലെങ്കിൽ നാട്ടുകാരുടെ പരാതി പോലെ എന്തെങ്കിലും കൊലപാതകം പോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ, ആ കാര്യത്തിലെല്ലാം വ്യക്തത വന്നതിന് ശേഷം നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി. നിലവിൽ എന്തായാലും കുടുംബാംഗങ്ങളെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് പോലീസിന്റെയും ഒരു തീരുമാനം. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും.